Hello friends, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. ദ കീം അലോട്ട്മെന്റ് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന ആ ഫിസിക്കലായിട്ട് കോളേജുകളിലേക്ക് പോയി അഡ്മിഷൻ എടുക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഈ വീഡിയോ കാണുന്ന എല്ലാ കീം ആസ്പിരൻസും, അതായത് കീം എഴുതി ഈ പറയുന്ന എഞ്ചിനീയറിംഗ് പഠിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും തന്നെ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. സെക്കൻഡ് അലോട്ട്മെന്റ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയവർക്ക് ചിലപ്പോൾ ഹയർ ഓപ്ഷൻ കിട്ടി, അതേ ഓപ്ഷൻ തന്നെ കിട്ടിയവരുണ്ടാകും. അതുപോലെ തന്നെ കിട്ടാത്തവർക്ക് പുതിയ കോളേജുകൾ അലോട്ട്ഡ് ആയിട്ടുണ്ടാകും. ഇനിയും അലോട്ട്മെന്റ് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. തേർഡ് അലോട്ട്മെന്റ് ഉണ്ടാകുമ്പോൾ സ്ട്രേ വേക്കൻസിയുടെ ഒക്കെ ഡീറ്റെയിൽസ് ഈ ചാനലിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യും. ഇപ്പോൾ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തോ കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസിന്റെ അപ്ഡേറ്റും ഞങ്ങൾ തരുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷം വിദ്യാർത്ഥികൾ ഇനി എന്ത് എന്ന് ചോദിക്കുന്നുണ്ട്, എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ കൃത്യമായിട്ട് പറയാം, ഇന്നലെ ഒരു നോട്ടിഫിക്കേഷൻ കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് കൃത്യമായിട്ട് എഞ്ചിനീയറിംഗിന്റെ സെക്കൻഡ് അലോട്ട്മെന്റ് ലിസ്റ്റ് വന്ന എല്ലാ വിദ്യാർത്ഥികളും, അതായത് നിങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത്, ഇല്ലാത്തവർ വെയിറ്റ് ചെയ്യുക, ഉള്ളവർ തീർച്ചയായിട്ടും അലോട്ട്മെന്റ് മെമ്മോയും ഡേറ്റാ ഷീറ്റും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. ഞാൻ വിചാരിക്കുന്നത് അലോട്ട്മെന്റ് കിട്ടിയ എല്ലാവരും തന്നെ ഇതിനോടകം അലോട്ട്മെന്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാകും. അതിൽ കൃത്യമായിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ്, കിട്ടിയ കോളേജിന്റെ ഡീറ്റെയിൽസ്, ഏതാണ് സീ ടൈപ്പ്, പിന്നെ അവിടെ ഫീസിന്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അതിൽ തന്നെ ഉണ്ടാകും. സോ അത് എന്തായാലും ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ഹോം പേജിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എന്തായാലും കയ്യിൽ സൂക്ഷിക്കണം, സോഫ്റ്റ് കോപ്പിയും അല്ലാതെ ഹാർഡ് കോപ്പി ആയിട്ട്. അതോടൊപ്പം തന്നെ കാൻഡിഡേറ്റ് പോർട്ടലിലെ ഹോം പേജിലെ ഡേറ്റാ ഷീറ്റ് എന്ന് പറയുന്ന ഒരു ടാബ് കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുകൂടി നിങ്ങൾ എന്ത് ചെയ്യണം, ഡൗൺലോഡ് ചെയ്ത് എടുത്ത് വയ്ക്കേണ്ടതാണ്. ഇനി പ്രവേശനം നേടുന്ന സമയത്ത് ഡേറ്റാ ഷീറ്റ്, അലോട്ട്മെന്റ് മെമ്മോയും അതുപോലെ തന്നെ കീം അഡ്മിഷനുമായി ബന്ധപ്പെട്ട്, അതായത് എഞ്ചിനീയറിംഗ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ തന്നെ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നതിൽ കംപ്ലീറ്റ് ഡോക്യുമെന്റ് ലിസ്റ്റ് എന്തൊക്കെയാണ്, പ്രധാനമായിട്ട് നിങ്ങളുടെ ആധാർ, പിന്നെന്താ SLC, +2, ഇൻകം, കാസ്റ്റ്, മറ്റ് റിസർവേഷൻ, അങ്ങനെ ഒരുപാട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം, അതായത് ഡേറ്റാ ഷീറ്റും അതുപോലെ തന്നെ അലോട്ട്മെന്റ് മെമ്മോയും, അതുകൂടാതെ ഈ പറയുന്ന പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സും കോളേജ് അധികാരികൾക്ക് മുന്നിൽ ഹാജരാക്കേണ്ടതാണ് എന്ന് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇനി നിങ്ങളുടെ മുന്നിലുള്ള കടമ കോളേജുകളിലേക്ക് പോയി അഡ്മിഷൻ എടുക്കുക. ഏത് കോളേജിലേക്ക്? സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷമുള്ള അലോട്ട്മെന്റ് മെമ്മോയിൽ കാണിച്ചിരിക്കുന്ന അതേ കോളേജുകളിലേക്കാണ് നിങ്ങൾ പോകേണ്ടത്. അപ്പോൾ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് പുതുതായിട്ട് അലോട്ട്മെന്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ അലോട്ട്മെന്റ് മെമ്മോയിൽ കാണിച്ചിട്ടുള്ളതും അതായത് പുതുതായിട്ട് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയില്ല, സെക്കൻഡ് അലോട്ട്മെന്റിൽ കിട്ടി, അങ്ങനെയുള്ളവരാണെങ്കിൽ ആ പ്രവേശന പരീക്ഷണ കമ്മീഷണർക്ക് CEക്കുള്ള ഫീസ് അടയ്ക്കണം. അതും 27, അതായത് ജൂലൈ 20 മുതൽ 24 വരെയാണ്. നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞാൽ 4 ദിവസമുണ്ട്. അന്ന് ഉച്ചയ്ക്ക് 3 മണിക്കകത്ത് നിങ്ങൾ ആ ഫീസ് അടയ്ക്കുകയും വേണം. ഇനി ഓൾറെഡി ഫീസ് അടച്ച്, അല്ലാത്ത സെക്കൻഡ് അലോട്ട്മെന്റിലാണെങ്കിൽ ഫീസ് അടച്ചതിന് ശേഷം അലോട്ട്മെന്റ് കിട്ടിയവർ, അതായത് ഫസ്റ്റിൽ കിട്ടി, ഇപ്പോഴും കിട്ടി, ഓക്കെ, സെക്കൻഡിൽ ഫസ്റ്റിൽ കിട്ടിയില്ല, ഇപ്പൊ കിട്ടി, എങ്ങനെയായാലും കിട്ടിയവരെല്ലാവരും 24/7/2026 ജൂലൈ 24 വൈകുന്നേരം 4 മണിക്ക് മുമ്പ് കോളേജുകളിൽ അഡ്മിഷൻ പ്രവേശനം നേടേണ്ടതാണ് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ നിശ്ചിത സമയത്തിനുള്ളിൽ ഫീസ് അടയ്ക്കാത്തവരും അതുപോലെ തന്നെ കോളേജുകളിൽ ഹാജരായി എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് പ്രവേശനം നേടാത്തവരുടെയും അലോട്ട്മെന്റുകൾ, കിട്ടിയ പ്രവേശനം റദ്ദാക്കുന്നതാണ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ കോളേജുകളിൽ പ്രവേശനം നേടുമ്പോൾ നിങ്ങൾ കോളേജുകളുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഷെഡ്യൂൾ, ജോയിനിങ് ഷെഡ്യൂൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്നും പറയുന്നുണ്ട്. അതായത് എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചറൽ കോഴ്സുകളിൽ പ്രവേശനം നേടേണ്ട തീയതിയും സമയവും അറിയുന്നതിനായി അലോട്ട്മെന്റ് ലഭിച്ച കോളേജുമായി ബന്ധപ്പെടേണ്ടതാണ് എന്നും അവർ പറയുന്നുണ്ട്. സാധാരണ ജോയിനിങ് ഷെഡ്യൂൾ അല്ലാതെ തന്നെ കോളേജുകൾ പ്രഖ്യാപിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്താ ഇപ്പോൾ ചെയ്യേണ്ടത്? ഇപ്പോൾ തന്നെ കോളേജുകളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ സമയവും ഡേറ്റും ബാക്കി കാര്യങ്ങളെല്ലാം ഫിക്സ് ആക്കുക. കാരണം കാസർഗോഡുള്ളവരൊക്കെ CET പോലുള്ള കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ ഈ ഒരു പ്രവർത്തനം തുടങ്ങണം, ഇപ്പം തന്നെ ചെയ്യണം. മാക്സിമം ഷെയർ ചെയ്തോ, എന്നിട്ട് ഈ പറയുന്ന ഡോക്യുമെന്റ്സ് എല്ലാം കയ്യിൽ കരുതി വെക്കണം. അതുമായിട്ടാണ് പോകേണ്ടത്. ഡേറ്റാ ഷീറ്റും അലോട്ട്മെന്റ് മെമ്മോയും മറക്കരുത്. ഇനി ഓരോ കോളേജിന്റെയും ഹെൽപ്പ് ഡെസ്ക് നമ്പറുകൾ വേണമെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. അതുകൊണ്ട് ജോയിൻ ചെയ്ത് വെച്ചോ. ഓൾ ദി ബെസ്റ്റ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ബൈ.